വി.ഡി. സതീശൻ ഉൾപ്പെട്ട പുനർജനി കേസ് അവസാനിപ്പിച്ച നടപടി വിവാദത്തിൽ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറവൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ പ്രളയ പുനരധിവാസ പദ്ധതിയായ പുനർജനിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വിവാദമാകുന്നു. കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ വിധേയനായ വ്യക്തിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് പരാതിക്കാരും രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭിക്കാതെ ഫണ്ട് ശേഖരണം നടത്തി എന്ന ഗൗരവതരമായ ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് സർക്കാർ വിഷയം അതിവേഗത്തിൽ അവസാനിപ്പിച്ചത്. PM ശ്രീയിൽ നിന്ന് UDF പിന്മാറില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അർഹതപ്പെട്ട ഫണ്ട് ഏറ്റുവാങ്ങേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ ന്യായീകരണം. ഏതൊക്കെ സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കേണ്ടതെന്ന് UDF തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പബ്ലിക് എക്സാമിനേഷൻസ് ഭേദഗതി ബില്ലിനെ ചൊല്ലി രാജ്യസഭയിൽ വൻ വാക്പോര്. ആഭ്യന്തരമന്ത്രി സ്ഥാനം പറ്റില്ലെങ്കിൽ അമിത്ഷാ രാജിവെച്ചു പോകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അഭിപ്രായപ്പെട്ടു. അധികാരഭയം മൂലമാണ് സർക്കാർ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയതെന്നും ഖാർഗെ ആരോപിച്ചു. ഖാർഗെയുടേത് അക്രമ ഭീഷണിയെന്നായിരുന്നു BJP നേതാക്കളുടെ പ്രതികരണം. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ജേഴ്സിയും കാവിയിൽ മുക്കി കേന്ദ്ര സർക്കാർ. അടുത്ത മാസം നെതർലൻഡ്സിലും ബെൽജിയത്തിലും നടക്കുന്ന ഹോക്കി ലോകകപ്പിനുള്ള ഇന്ത്യൻ പുരുഷ വനിതാ ടീമിന്റെ ജേഴ്സിയാണ് കാവി നിറമാക്കിയത്. പരമ്പരാഗത നീല നിറത്തിലുള്ള ജേഴ്സിയായിരുന്നു ടീം ഉപയോഗിച്ചിരുന്നത്. ഓഗസ്റ്റ് 14 മുതൽ 30 വരെ നെതർലൻഡ്സിലും ബെൽജിയത്തിലുമായാണ് ലോകകപ്പ് അരങ്ങേറുന്നത്. അസമിൽ പ്രളയക്കെടുതി രൂക്ഷം. മരിച്ചവരുടെ എണ്ണം 78ആയി ഉയർന്നു. നിലവിൽ ശിവസാഗർ, ചരാഡിയോ, ഗോലാഘട്ട്, ജോർഘട്ട്, നവാഗ്, ബിശ്വനാഥ്, കാരൂബ് എന്നീ 7 ജില്ലകളെയാണ് പ്രളയം രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. 21 റവന്യൂ സർക്കിളുകളിലായി 551 ഗ്രാമങ്ങളും 3 ലക്ഷത്തോളം ജനങ്ങളും വെള്ളപ്പൊക്ക ദുരിതത്തിലാണ്. ഇറാനിൽ വീണ്ടും US ആക്രമണം. ഇറാൻ സൈനിക സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് US അവകാശപ്പെട്ടു. എന്നാൽ സിവിലിയൻ മേഖലകളും ആക്രമിക്കപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US ആക്രമണങ്ങളിൽ 2 കുട്ടികൾക്കടക്കം പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാൻ പിന്തുണയുള്ള ഒരു അർദ്ധ സൈനിക വിഭാഗത്തിന് നേർക്ക് US-ഉം സൗദിയും സംയുക്ത സൈനികാക്രമണം നടത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ കസേര തെറിപ്പിച്ച നീറ്റ് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ വേട്ടയാടിയ ഡൽഹി പോലീസിന് കോടതിയിൽ കനത്ത തിരിച്ചടി. ഐഷി ഘോഷിനെതിരായ ജാമ്യമില്ലാ വാറന്റ് കോടതി റദ്ദാക്കി. കഴിഞ്ഞ ദിവസം ഡൽഹി പട്യാല ഹൗസ് കോടതി അറസ്റ്റ് സ്റ്റേ ചെയ്തിരുന്നു. ഇന്ന് കേസ് വീണ്ടും പരിഗണിച്ചതിലാണ് ഐഷി ഘോഷിനെതിരായ അറസ്റ്റ് വാറന്റ് റദ്ദാക്കിയത്. സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ച മഴ മുന്നറിയിപ്പിൽ മാറ്റം. പുതിയ പ്രവചനം അനുസരിച്ച് 5 ദിവസത്തേക്കാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് തുടരുന്നതിനോടൊപ്പം ഇടുക്കി, എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. പോലീസ് അസോസിയേഷനുകളെ പുനഃസംഘടിപ്പിക്കാൻ അഡ്ഹോക് സമിതി രൂപീകരിച്ച സർക്കാർ ഇറക്കിയ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പുതിയ പേരിൽ 2 സംഘടനകൾ രൂപീകരിക്കാനുള്ള ഉത്തരവും സ്റ്റേ ചെയ്ത ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടു. ജൂലൈ 27 പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ കേരള പോലീസ് അസോസിയേഷനാണ് ഹർജി നൽകിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 പാർട്ടി അധ്യക്ഷൻ സാബു M. ജേക്കബ് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യവുമായി ചേർന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണെന്ന് അഖിൽ മാരാർ. തെരഞ്ഞെടുപ്പിന് മുൻപായി BJP നേതാക്കളിൽ നിന്ന് സാബു ജോർജ് 40 കോടി രൂപ കൈപ്പറ്റിയെന്നും വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമാണ് സാബു ജേക്കബിന്റെ ഈ രാഷ്ട്രീയ മാറ്റത്തിന് പിന്നിലെന്നും അഖിൽ ആരോപിക്കുന്നു. നിലവിൽ 1600 കോടി രൂപയിലധികം നഷ്ടത്തിലോടുന്ന കിറ്റെക്സ് ഗ്രൂപ്പിനെ രക്ഷപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടുകയായിരുന്നു സാബുവിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.